ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ടിപ്സ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ്. നമുക്ക് നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ കുക്കർ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല അല്ലേ. എല്ലാവരുടെയും വീടുകളിൽ കുക്കർ കാണും. അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. നല്ല കുക്കറുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ എടുക്കാറുള്ളത്, എനിക്കിഷ്ടമുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റീലിൻ്റെ കുക്കറുകളാണ് കേട്ടോ. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിൽ കുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നമുക്ക് ഹെൽത്തിനൊക്കെ നല്ലത്. അതുപോലെ തന്നെ അലുമിനിയം പോലെ അതിനകത്ത് വേഗം ഇളകിയൊന്നും പോകത്തില്ല. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പം നമുക്ക് നല്ല കുക്കറുകൾ തന്നെ വാങ്ങിച്ചു വയ്ക്കാം. അതായത് പ്രസ്റ്റീജിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ. പിന്നെ കുക്കർ തിരഞ്ഞെടുക്കുമ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊക്കമുള്ള ടൈപ്പ് കുക്കറുകളായിരിക്കും നല്ലത്. നമുക്ക് തിളച്ച് ചാടുന്നൊരു പ്രോബ്ലം ഈ കുക്കറുകൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമ്മൾ പൊക്കം കൂടിയ കുക്കറുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളതിൽ എന്ത് തന്നെ, അതുപോലെ തന്നെ കഞ്ഞിയാണെങ്കിലും അതുപോലെ എന്തെങ്കിലും സാമ്പാറോ ഇഷ്ടമുള്ള സാധനം എന്ത് നമുക്ക് ധൈര്യമായിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുക്കർ നോക്കി സെലക്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ വരുന്ന കുക്കറുകളൊക്കെ ഇതുപോലത്തെ ഒരു കൂടിയ കുക്കറുകളായിരിക്കും. അപ്പം പ്രായമായ അമ്മച്ചിമാർക്ക് ഇത് ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് കണ്ടോ. അപ്പം ഈ കുക്കറിൻ്റെ അടപ്പിലും അതിൻ്റെ പിടിയിലുമായിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കും. അപ്പോൾ ആ 2 ആരോ മാർക്കുകളും സെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ അടച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ കുക്കർ നമുക്ക് ഇങ്ങനെ അടയ്ക്കാം കേട്ടോ. നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അവർ തന്നെ അതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രസ്റ്റീജിൻ്റെ ഈ കുക്കറിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അടയ്ക്കാനായിട്ട് പറ്റും. പണ്ടത്തെ കുക്കറുകളാണെങ്കിൽ നമുക്കൊരു ഒരു പിടിയുടെ സ്ഥലത്തൊരു ഒരു ഹുക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുക്കറുകളൊക്കെ ഇങ്ങനത്തെ അടപ്പോട് കൂടിയാണ് വരുന്നത്. അപ്പം ഇതറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലുമൊക്കെ കാണുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് സേഫ്റ്റി വാൽവ് നല്ലതാണോ എന്ന് നോക്കുക. അതൊക്കെ നമുക്ക് പാഴപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസവും കുക്കറിൽ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം കഴുകുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഹോളൊക്കെ നല്ല വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ട് വേണം കഴുകി എടുത്ത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാഷറും വൃത്തിയാക്കി സൂക്ഷിക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു സൈഡ് വശങ്ങളുള്ള ങ്ങളൊക്കെ നല്ല ക്ലീനായിട്ടും ക്ലിയറായിട്ടും നോക്കുക. നിങ്ങൾ കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തെ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ ആ കുക്കർ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും യൂസ് സാധിക്കും. അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. ഇതാണ് കുക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അലുമിനിയം കുക്കർ വളരെയധികം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ്. പക്ഷെ അതിന് കുറച്ച് ദൂഷ്യവശങ്ങളും ഉണ്ട്. എത്ര ബ്രാൻഡഡ് ആണെങ്കിൽ പോലും അലുമിനിയം കണ്ടോ, അതിനകത്തെ അലുമിനിയം ഒക്കെ ഇളകിപ്പോയിട്ടുണ്ട്. നമ്മളത് സൂക്ഷിച്ചാലും അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം നമ്മളെപ്പോഴും കുക്കറുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കുക്കറുകൾ പഴയതായെന്ന് വിചാരിച്ചു നമ്മൾക്ക് അതെടുത്ത് കളയേണ്ട യാതൊരു ആവശ്യം. ചില കുക്കറുകൾ വിസിലടിക്കാതെ വരും. അപ്പം ജസ്റ്റ് അതിൻ്റെ വിസിൽ മാത്രം ഒന്ന് മാറിക്കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ കാര്യം കംപ്ലൈൻറ്റ് വരുന്നത് അതിൻ്റെ വാഷറിനായിരിക്കും. അപ്പം നല്ല ഹാർഡായിരിക്കും അല്ലേ വാഷറുകൾ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അത് സോഫ്റ്റ് ആവാറുണ്ട്. ആ സമയത്ത് നമുക്ക് വാഷർ ഒന്ന് മാറിക്കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ വളരെ കുറച്ച് തുളസിയാകത്തുള്ളൂ. എന്നാൽ നമ്മളുടെ കുക്കർ പഴയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഇതും അറിഞ്ഞുകൂടാത്തവരുണ്ട്. നമുക്ക് ഏത് സാധനം വേണമെങ്കിൽ, ഏത് പാർട്സ് വേണമെങ്കിലും, അതിൻ്റെ പിടി വേണമെങ്കിലോ അതുപോലെ തന്നെ അതിൻ്റെ കുക്കറിൻ്റെ വാഷർ വേണമെങ്കിലോ അതുപോലെ വിസിൽ വേണമെങ്കിലോ എന്ത് കാര്യമായിക്കൊണ്ട് പോട്ടെ നമുക്ക് കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്കത് റീപ്ലേസ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കുറേ നാൾ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കുക്കറാണ്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കുക്കർ ഞാനിവിടെ എല്ലാം റെഡിയാക്കി നമ്മളുടെ വിസിൽ വിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്ത് ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഞാനിതിനകത്ത് പയറാണ് കേട്ടോ വേവിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ പയർ അതുപോലെ തന്നെ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് കുറയ്ക്ക് വയറിനുണ്ടാകുന്ന കുറച്ച് അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. നടുവേ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ കുക്കർ വിസിൽ വരുമ്പോഴത്തേനും വളരെയധികം തിളച്ച് ചാടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രം അതിനകത്ത് ഇറക്കി വെച്ച് കൊടുത്താൽ നമ്മളുടെ കുക്കിംഗ് കുറേ നമുക്കങ്ങോട്ട് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് ഒന്നും വൃത്തികേടാകാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. അപ്പം വെളുത്തുള്ളി അരച്ചേർക്കില്ലാത്തവർ കാണും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വരത്തുമില്ല. എന്നാലൊട്ട് നമ്മളുടെ വയറിനുള്ള പ്രശ്നങ്ങളൊന്നും വരികയുമില്ല. കണ്ടോ, ഞാനിവിടെ കുക്കർ വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും എൻ്റെ കുക്കറിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പൊക്കെ പരീക്ഷിച്ച് നോക്കാവേ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല ടിപ്സുകളും ഒക്കെ ആയിട്ട് വീണ്ടും. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.